നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ലാബുകളിൽ നടത്തുന്ന ടെസ്റ്റുകൾക്ക് കഴുത്തറുപ്പൻ ഫീസ് ഈടാക്കുന്നുവെന്ന് കണ്ടെത്തിയ സംസ്ഥാന ആരോഗ്യ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി. ആരോഗ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് RGCBയുമായുള്ള കരാർ റദ്ദാക്കി സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ഉത്തരവ് നൽകിയത്. മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച RGCB ലാബിനാണ് ആദ്യ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ജനറൽ ആശുപത്രി, നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി, കഴക്കൂട്ടത്ത് ആരംഭിക്കുന്ന ലാബ് എന്നിവയ്ക്കും സ്റ്റോപ്പ് മെമ്മോ നൽകും. സർക്കാർ ആശുപത്രികളിൽ HDCയുടെ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഇവിടെ കുറഞ്ഞ തുകയിൽ ടെസ്റ്റുകൾ നടത്താമായിരുന്നു. എന്നാൽ RGCB ലാബുകൾ തുടങ്ങിയതോടെ സർക്കാർ ലാബുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇതും RGCB ലാബുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാനുള്ള കാരണമായിട്ടുണ്ട്. കർമ്മ ന്യൂസിന്റെ വാർത്തയെ തുടർന്നാണ് RGCBയുടെ കൊള്ളയ്ക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ നടപടി വന്നിരിക്കുന്നത്. കർമ്മ ന്യൂസ് നേരത്തെ തന്നെ RGCBയിലെ ചില ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതിയും അതുവഴി നടത്തിയ ധനസമ്പാദനത്തിന്റെയും വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. RGCB ലാബുകൾ ആരംഭിക്കുന്നതിനും ലാബിലേക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും കോടികൾ കോഴ വാങ്ങിയിരുന്നതും കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലാബുകളുടെ ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിന് വളഞ്ഞ വഴികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാനും സർക്കാർ തയ്യാറാകണം. കൂടാതെ ലാബുകളുടെ മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ സ്റ്റാമ്പ് അഴിമതിയിൽ സർക്കാരിന്റെ നടപടിക്ക് വിധേയനായ വ്യക്തിയും കൂടിയാണ്. ഇദ്ദേഹത്തെയാണ് RGCBയുടെ ലാബുകളുടെ ഉന്നത സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജുമായി RGCB ഒപ്പിട്ടിട്ടുള്ള കരാർ പ്രകാരം HDC ലാബുകളിൽ ചെയ്യുന്ന രക്തം, കഫം, മലം, മൂത്രം എന്നിവയുടെ ടെസ്റ്റുകളോ ACR ലാബുകളിൽ ചെയ്യുന്ന ടെസ്റ്റുകളോ RGCB ലാബുകളിൽ ചെയ്യില്ലെന്നാണ്. ഇവിടെ ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങളുടെ ടെസ്റ്റുകൾ മാത്രമേ ചെയ്യൂവെന്നാണ്. എന്നാൽ സാധാരണ ടെസ്റ്റുകൾ വലിയ ഫീസ് ഈടാക്കി ചെയ്തു തുടങ്ങിയതോടെ HDC ലാബുകൾ നോക്കുകുത്തികളായി മാറി. ഇതുതന്നെയാണ് RGCB അധികൃതരും ആശിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ലാബുകൾ ആരംഭിക്കാനായി അനുമതി വാങ്ങിയെടുക്കാൻ സഹായിച്ച വ്യക്തി കൂടെയാണ് സ്റ്റാമ്പ് കുംഭകോണ കേസിൽ പിടിയിലായ ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം ആരോഗ്യ വകുപ്പിലെ ഇടനിലക്കാരുമായി ചേർന്നാണ് ലാബുകൾ ആരംഭിക്കാനുള്ള അനുമതി തരപ്പെടുത്തിയത്. ഇതിനുശേഷമാണ് മെഡിക്കൽ കോളേജിൽ ലാബ് അനുവദിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടത്. ഇത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തരപ്പെടുത്തി. എന്നാൽ ലാബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽ വന്നതോടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി മാറുകയായിരുന്നു. പാർട്ടിയും ഇതിനെതിരെ നിലപാടെടുത്തു. എന്നാൽ ലാബിന്റെ ഉദ്ഘാടനം തട്ടിക്കൂട്ടി നടത്തിയെടുത്ത് ഉദ്യോഗസ്ഥർ രോഗികളിൽ നിന്നുള്ള പിഴിയൽ ആരംഭിച്ചു. ലാബ് ആരംഭിച്ചത് മുതൽ ഇന്നുവരെ ഒരു രോഗിക്ക് പോലും കുറഞ്ഞ ചെലവിൽ ടെസ്റ്റുകൾ നടത്തിക്കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ സാമ്പത്തികമായി പറ്റിക്കുകയും സർക്കാർ ആശുപത്രികളിൽ ചുളുവിന് ഇടം പിടിച്ച് രോഗികളെ കഴുത്തറുത്ത് പണം പിടുങ്ങുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെ കബളിപ്പിക്കുകയും ചെയ്ത RGCB അധികൃതരെ ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ലാബുകളിലെ ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും ബന്ധുനിയമനത്തിന്റെ ഭാഗമായി വന്നവരാണ്. അല്ലാതെ ജോലിക്ക് കയറിയവരിൽ നിന്നും വൻ തുക കോഴ വാങ്ങിയിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജിലെ RGCB ലാബിൽ ചെന്ന് ജീവനക്കാരോട് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ് ജോലി സമ്പാദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ദുരൂഹമായാണ് ലാബ് ജീവനക്കാരുടെ ഇടപെടൽ. ഒന്നും പുറത്തു പറയരുതെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതുപോലെയായിരുന്നു ഇവരുടെ പെരുമാറ്റം. റിസപ്ഷനിലെ ജീവനക്കാരൻ മുതൽ ലാബ് ടെക്നീഷ്യൻ വരെ ഈ നിലപാടെടുക്കുന്നത് തന്നെ സുതാര്യത ഇല്ലാത്തതിനാലാണ്. ജീവനക്കാരിൽ നിന്നും കൊള്ളക്കാരെ പോലെ തന്നെ പിരിവെടുത്ത് ജീവിതം സുഖിക്കുന്നവരെ ശിക്ഷിക്കാൻ കേന്ദ്ര സർക്കാരും തയ്യാറാകണം. RGCB കേന്ദ്രീകരിച്ചുള്ള അഴിമതി ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഉടനുണ്ടാകും. കേന്ദ്ര വിജിലൻസിന് ഇത് സംബന്ധിച്ച പരാതി ഡൽഹിയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ഡൽഹിയിലെ ഇടനിലക്കാരുമായുള്ള RGCB ഉദ്യോഗസ്ഥരുടെ ഇടപാടുകളുടെ തെളിവുകൾ കേന്ദ്ര വിജിലൻസിനെ ഏൽപ്പിക്കാൻ മടിയില്ലെന്ന് ഇടനിലക്കാർ വ്യക്തമാക്കി. കർമ്മ ന്യൂസിന് നൽകിയിട്ടുള്ള തെളിവുകളുടെ പകർപ്പാണ് CVCക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.